നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഷോൾഡർ വർക്കൗട്ടിനെ കുറിച്ചുള്ളതാണ്. എൻ്റെ മുൻപുള്ള എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. ചെസ്റ്റ് കഴിഞ്ഞു, വിങ്സിന് ചെയ്തു, അടുത്ത് ഷോൾഡർ വർക്കൗട്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൂട്ടി യോജിച്ചാൽ കറക്റ്റായിട്ട് ആ ഓർഡർ അനുസരിച്ച് വരാൻ പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു ഡമ്പൽ കൊണ്ട്, അതായത് 2 ഡമ്പൽ കൊണ്ട് നമുക്ക് വീട്ടിൽ ഷോൾഡർ മസിൽ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതേ പൊസിഷനിൽ നിങ്ങൾ ചെയ്യണം. ഈ പൊസിഷൻ തെറ്റിയാലുള്ള കുഴപ്പം വേറൊന്നുമല്ല, നമുക്ക് ഒന്ന് പിടിക്കാതെ പോവും, ഉപയോഗമില്ലാതെ പോകും. 2 മസിൽ ഇഞ്ചുറി വരും, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം തെറ്റായ രീതിയിൽ വ്യായാമം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷങ്ങളുണ്ടാകും. ഞാൻ ഈ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യായാമം നമുക്ക് ശരിയായ രീതിയിലെന്നുള്ളത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് എല്ലാ വർക്കൗട്ടിൻ്റെതും കാണിച്ചു തരുന്നതാണ്. അതേ ചെസ്റ്റിനും വിങ്സിനും ഷോൾഡറിനും ബൈസെപ്സിനും ട്രൈസെപ്സിനും ലെഗിനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പിള്ളേരും പല ജിമ്മുകളിൽ ചെയ്യുമ്പോഴും തെറ്റായിട്ടാണ് ചെയ്യുന്നത്. അത് അവിടെ ഇൻസ്ട്രക്ടറുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അവരങ്ങനെ ചെയ്യൂ. അപ്പോൾ അത് മാറ്റിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് തന്നെ മാറ്റിയെടുക്കണം. അപ്പോൾ അത് അവർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യം 2 ഡമ്പൽ എടുക്കുക. ഈ ഡമ്പൽ എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും വെയിറ്റ് കൂടിയ ഡമ്പൽ നിങ്ങൾ ഉപയോഗിക്കരുത്. ആദ്യമായിട്ടൊരാൾ ഒരു വർക്കൗട്ടിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മസിലിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരുപാട് വെയിറ്റ് ഇട്ട് ചെയ്യാൻ നോക്കരുത്. എപ്പോഴും ലൈറ്റ് വെയിറ്റാണ് ആ ആളിന് ആവശ്യം. അത് ആരായിക്കോട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര വർഷം നമ്മൾ ജിമ്മിൽ ഒരാൾ വർക്കൗട്ട് ചെയ്യുന്ന ആളായാലും ആദ്യം വരുമ്പോൾ ആ മസിലിനെ ഒന്ന് ചൂടാക്കാനായിട്ട്, ഒന്ന് വാമപ്പിങ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വെയിറ്റ് കുറച്ച് നമ്പർ കൂട്ടി ഒരു സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വെയിറ്റ് വേണോ പോകുന്നോ അതനുസരിച്ച് നിങ്ങളുടെ ശരീര പ്രായം അനുസരിച്ച് നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ആദ്യം വരുമ്പോൾ ഏത് ഒരാളായാലും വെയിറ്റ് കുറച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ ഈ വെയിറ്റ് ഇതിപ്പോൾ 2.5 കിലോയാണ് വെയിറ്റ്. ഇപ്പോൾ 2.5 കിലോയ്ക്ക് വെയിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ 2 കിലോയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1 കിലോയ്ക്ക് ഷോൾഡർ. 1 കിലോയ്ക്ക് ഷോൾഡർ എന്ന് വെച്ചാൽ അത് വാമിപ്പിങ് ആകത്തുള്ളൂ, അത് ഡെവലപ്പ് ചെയ്യില്ല. മിനിമം 2.5 കിലോയെങ്കിലും ഉണ്ടായി എന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന നേരത്തെ ഇരുന്ന് 2.5 കിലോയാണ്. ഇപ്പോൾ ഞാൻ 1 കിലോയുടെ ഡമ്പലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ 1 കിലോ ഡമ്പൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നോക്കണം. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഷോൾഡർ ചെയ്യും, പലരും ചെയ്യും. ഇങ്ങനെ ചെയ്യും, നോക്കുക. കൈ ഇതാണ്ട സ്ട്രൈറ്റ് ഇങ്ങനെ ചെയ്യും, കണ്ടല്ലോ, ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ ഷോൾഡർ മസിലിന് അത്ര വലിയ എഫക്റ്റ് നമുക്ക് ഗുണം കിട്ടില്ല. അതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രൈറ്റ്. അപ്പോൾ അതിന് പകരം നോക്കണം, ചെറിയൊരു ബെൻഡ്, ചെറിയൊരു നമ്മളെ കൈയുടെ ചെറിയൊരു ആകൃതി. അപ്പോൾ ആകൃതി മാറുമ്പോൾ തന്നെ ബാക്ക് ഷോൾഡർ തള്ളി വന്നു. അപ്പോൾ അതാണ് ഞാൻ വെയിറ്റ് കുറച്ചെടുത്തത്. വെയിറ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്ട്രൈറ്റ് അല്ല, ചെറിയൊരു ബെൻഡ്. എന്നാൽ ആ ബെൻഡ് താഴേന്ന് മുകളിൽ വരെ അങ്ങനെ തന്നെ നിൽക്കുകയും വേണം. ഒരു കാരണവശാലും അതിന് ഇങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. സ്റ്റിഫായിരിക്കും, കണ്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട്, ഷോൾഡറിൻ്റെ. ഈ വർക്കൗട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം നമ്പർ ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ വെയിറ്റ് കുറച്ചെടുക്കണമെന്നേ ഉള്ളൂ. 1 കിലോ അല്ല, 2.5 കിലോ വരെ ചെയ്യാം. അതിനകത്ത് ഈ ചെറിയ വെയിറ്റ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് വരരുത്. കൈ സ്ട്രെയിറ്റ് വരുമ്പോൾ ഷോൾഡർ പിടിക്കാതെ പോകും. കണ്ടല്ലോ, പിടിക്കാതെ പോകും. അതിന് ചെറിയ ബെൻഡ് കൊടുക്കുമ്പോൾ ഷോൾഡർ തള്ളി വരും. ഇതാണ് ഈ ചെറിയൊരു ബെൻഡ് കൊണ്ട്. അത് തെറ്റായിട്ടും ശരിയായിട്ടും നമ്മൾ വ്യത്യാസമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ നിലവിൽ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്ക്. ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കുക, ഒന്ന് പരിശീലിച്ച് നോക്കുക. അത് ഏതാണ് നിങ്ങൾക്ക് എഫക്റ്റ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്തായാലും ഞാനിങ്ങനെ ചെയ്യാനേ ഒരാളിന് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഷോൾഡർ വർക്കൗട്ട് ഒന്നായി. അപ്പോൾ ഞാൻ 1 കിലോ മാറ്റിയിട്ട് ഞാൻ 2.5 കിലോട്ടും പോവുകയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കരുത്. അത് സൈഡ് എഫക്റ്റാണ്. കൈക്ക് പവർ കൊടുത്ത് തന്നെ എത്ര കിലോ വെയിറ്റ് ആയാലും ബോഡിക്ക് മറ്റു ഭാഗങ്ങളിലൊന്നും അനങ്ങാതെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചതാണ്. ഓക്കെ, മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കണം. അത് 10 നമ്പർ വെച്ച് 3 സെറ്റ്. ഇവിടെ 10 നമ്പർ, ഇവിടെ 10 നമ്പർ, അങ്ങനെ 3 സെറ്റ് ചെയ്താൽ മതി. 10ൽ കൂടുതൽ നമ്പർ ചെയ്യേണ്ട, 3 സെറ്റിൽ കൂടുതലും ചെയ്യേണ്ട. അടുത്ത് അത് ഞാൻ 1 കിലോയിൽ കാണിച്ചു തരാം. അവസാനം 2.5 കിലോയിൽ ചെയ്യിപ്പിക്കുക. ഈ ഡമ്പൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. നമ്മളെ ഫ്രണ്ട് തൈസിനോട് ചേർത്ത് വയ്ക്കുക. അതായത് തുട മസിലിനോട് ചേർത്ത് വയ്ക്കുക. നോക്കണം, ഈ ആംഗിളിൽ വരണം. ഈ ആംഗിളിൽ വരണം. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ആംഗിൾ വരും. അത് കൈ പവറിൽ ഇങ്ങനെ നിൽക്കാം.
അത് നിൽക്കുമ്പോൾ കാലിന് ചെറിയൊരു ബെൻഡും കൂടെ കൊടുക്കണം. സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കരുത്, നമ്മുടെ ജോയിൻറ്റുകൾക്ക് പ്രശ്നം വരും. അത് ചെറിയ ബെൻഡ്. അപ്പോൾ ഈ ബെൻഡ് നിൽക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡി വെയിറ്റ്, നമ്മുടെ കയ്യിലിങ്ങനെ വെയിറ്റിൻ്റെ പ്രഷറെല്ലാം ഈ തൈസ് മസിലിൽ നിൽക്കും. തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ ഡമ്പൽ വേണം, ഇവിടെ ഇറക്കരുത്, സൈഡിലൊന്നും പോകരുത്, ഇങ്ങനെ ഇറക്കി കളയരുത്, ഫ്രണ്ടിൽ തന്നെ ഇറക്കണം. വേറെ ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇനി പോരും. കണ്ടല്ലോ, ഈ ആംഗിളിൽ നിന്ന് തിരിച്ച്. ഓക്കെ, ഇനി ഞാൻ 2.5 കിലോയിൽ കാണിച്ചു തരാം. മനസ്സിലായല്ലേ? ഇത് 3 സെറ്റ്, 10 നമ്പർ വെച്ച് 3 സെറ്റ്. ഇനി അടുത്ത വർക്കൗട്ട് 1 കിലോ ഡമ്പലിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 2 വർക്കൗട്ടായി ഷോൾഡറിൻ്റെ അല്ലേ. അത് 3ാമത്തെ വർക്കൗട്ട്. ഈ 2 സൈഡിൽ വശങ്ങളിൽ ഡമ്പൽ നിർത്തണം. നോക്കാം, ഈ ആംഗിൾ എന്തിക്കണം, ഒരിക്കലും ഇങ്ങനെ കുരിശ് പോലെ വരരുത്. ഈ ആംഗിൾ കണ്ടോ, അതായത് ഇങ്ങനെ ഉയർത്തുമ്പോൾ ഡെൽറ്റോയ്ക്ക്, താഴോട്ട് വരുമ്പോൾ ഷോൾഡർ, ഡെൽറ്റോ ഷോൾഡർ, ഡെൽറ്റോയിഡ് ഷോൾഡർ. മനസ്സിലായില്ലേ? അതുപോലെ ഈ ഷോൾഡർ മസിലും ഡെൽറ്റോയുടെ മസിലും ചേർന്നിരിക്കുന്നതുകൊണ്ട് ഒരു ദിവസം നമുക്ക് അതിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഷോൾഡർ, ഒരു ദിവസം ഡെൽറ്റോയിഡായിട്ട് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം തന്നെയാണ് ഈ 2 വർക്കൗട്ടും ചെയ്യണത്. ഒരു മസിലിൻ്റെ 2 ഭാഗങ്ങളാണത്. ഉണ്ടല്ലോ, ഇതാണ് ആംഗിൾ. ആംഗിൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, ഒരു കുരിശാവരുത്. ഈ ആംഗിളിൽ തന്നെ നിൽക്കണം. കൈ മുന്നിലോട്ട് വരരുത്, കൈ സൈഡിലോട്ട് തന്നെ വരണം. അത് തൊടാതെ ഇവിടെ റെസ്റ്റ് എടുക്കായിരുന്നു, അത്രയ്ക്ക് നന്നായിട്ട് പിടിക്കും. ഇങ്ങനെ നോക്കണം, വേണ്ട, ഇവിടെ താഴെ റെസ്റ്റ് കൊടുക്കായിരുന്ന നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഓക്കെ, ഇനി അടുത്ത് 2.5 കിലോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇങ്ങനെ ഇതാ നിൽക്കണം. അത് കുറച്ചുകൂടി നമ്മൾ വരെ ഇങ്ങനെയല്ലേ, അത് കുറച്ചുകൂടി വീശി ചെയ്യണം. പുറകിൽ അത് അതിൻ്റെ ഡമ്പിൽ അതിൻ്റെ നമ്മളെ ബട്ടക്സിൻ്റെ സൈഡിലാണ് വരാനുള്ളത്. ഇതാ ഈ ആംഗിളിലാണ് നിൽക്കാൻ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കരുത്. ചെറിയൊരു ഫ്രണ്ടിൽ ചെറിയൊരു ബെൻഡ്, നെഞ്ച് വിരിച്ച്. ഓക്കെ, ഇനി അടുത്ത് വെയിറ്റ് ഞാൻ 2.5 കിലോ എടുക്കാൻ പോകുന്നു. ഓക്കെ, ഇതാ ഇതാണ് ഈ ആംഗിൾ. ഇനി അടുത്ത് ഇപ്പോൾ നമ്മൾ മസിൽ ഷോൾഡറിനുള്ള ഏകദേശം നമ്മൾ 4 വർക്കൗട്ട് ചെയ്തു.